കെട്ടിടാമെന്ന് ചങ്ങമ്പുഴ പറഞ്ഞത് ഈ ഭാഗത്തു നിന്നായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് എനിക്കറിയാം. അല്ലേ, കളവ് പറയരുത്. പടുവൃദ്ധനായ എന്നെയും യുവാവായ ദേവേന്ദ്രനെ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പോലും തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടോ? കുലടേ, നീ ശിലയായി പോകട്ടെ. അഹല്യ ശിലയായി. 5.5 അടി നീളമുള്ളൊരു ശിലാവിഗ്രഹം അങ്ങനെ മണ്ണിൽ പൂണ്ട് കിടക്കുന്നു. ഇത്രയും വിശ്വാമിത്ര മഹർഷി പറഞ്ഞു തീർന്നപ്പോൾ ത്രികാലജ്ഞാനിയായ ഭഗവാൻ, പിന്നൊന്നും മഹാമുനി പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ത്രികാലജ്ഞാനിയായ ഭഗവാൻ പിന്നെ എന്താ ചെയ്തത്? ശ്രീപദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ഓ, ശ്രീപതി രഘുപതി സത്പതി ജഗൽപതി. മലയാളത്തിൽ ഇങ്ങനൊരു പദപ്രയോഗം മലയാളികളെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്ര സ്വർണ്ണവർണ്ണമാർന്ന, ഇത്ര സുന്ദരമായ. ഞാൻ തേർഡ് ഭാരതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഠിത്തം നിർത്തിയത്. പക്ഷേ എൻ്റെ ഈ പ്രസംഗമെല്ലാം കേട്ടുകൊണ്ട് ആലപ്പുഴയിലെ ഏറ്റവും നമ്പർ 1 കോളേജായി ചേർത്ത സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ഡൊമിനിക് പഴമ്പാശ്ശേരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ, കോളേജ് വന്ന് കോളേജ് പിള്ളേർക്ക് 3-4 ക്ലാസ് എടുക്കാവോ? ഞാൻ വിടുവോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാവോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ വിടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് എടുക്കാം. എന്തിനെക്കുറിച്ച്? മലയാളം ലിറ്ററേച്ചർ തന്നെ. ആയിക്കോട്ടെ. ഞാൻ ചെന്ന് 1.5 മണിക്കൂർ. ആദ്യം പറഞ്ഞത് ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടോ? ഉണ്ട്, ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ട്. അതറിയണമെങ്കിൽ ശ്രീപദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു ലക്ഷ്മണനോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തി തേടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. അഹല്യാമോക്ഷം കഴിഞ്ഞു. രാമ, എല്ലാം ഭംഗിയായി കലാശിക്കുന്നു. മിഥിലയിലേക്ക് പോകാം. അവിടെ ജനക മഹാരാജാവിൻ്റെ മകൾ സീതാദേവിക്ക് സ്വയംവരം. എന്താ സ്വയംവരത്തിലുള്ള നിബന്ധന? അവിടെ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തൊരു വില്ലിരിപ്പുണ്ട്, ത്രയംബകം വില്ലൻ. അത് സാക്ഷാൽ പരമശിവന്റെ പള്ളിവില്ലാണ്. ആ വില്ലെടുത്ത് കുലച്ചു വലിക്കുന്ന ആരും അവർക്ക് സീതാദേവിയെ കിട്ടും. പല ദിവസങ്ങളിലായി പല രാജകുമാരന്മാരും മന്ത്രികുമാരന്മാരും പ്രഭുകുമാരന്മാരും വന്ന് നാട്ടുകാരുടെ നേരെ കണ്ണുരുട്ടി കാണിച്ചും കൈതീർത്ത് കയറ്റി ഇങ്ങോട്ട് വന്ന് വില്ലങ്ങോട്ട് പൊക്കാൻ ശ്രമിക്കുന്നത് കാണാം. പൊത്തി പിടിച്ചുകൊണ്ട് ഓട്ടം. എല്ലാവരും പരാജയപ്പെടുന്നു. അപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ്റെ വരവ്. വിശ്വാമിത്രൻ്റെ പിന്നാലെ ആ വരവ് കണ്ടപ്പോൾ ആളുകളെല്ലാം ഉറ്റുനോക്കുന്നു. താപസന്റെ പിന്നാലെ ശ്രീരാമചന്ദ്രനും നിഴൽ പോലെ അനുജൻ ലക്ഷ്മണൻ. ജ്യേഷ്ഠ സഹോദരൻ്റെ പങ്കജങ്ങളിൽ മാത്രം സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അനുജൻ്റെ വരവ്. അതൊരു വലിയ അരങ്ങായിരുന്നു. രാമൻ അരികിൽ കൂടെ പോയപ്പോൾ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ആ കോമള കളയപുരത്തിൽ ഒന്ന് തൊട്ടു നോക്കുകയും ഒന്ന് നുള്ളി നോവിക്കുകയൊക്കെ ചെയ്തിരുന്നു. രാമൻ അവരെയെല്ലാം മധുരമായി കടാക്ഷിച്ചുകൊണ്ട് നേരെ ചെന്ന് വിശ്വാമിത്ര മഹർഷിയെ തൊട്ടു വന്നിച്ച ശേഷം ആ ത്രയംബകം വില്ലിനെയും തൊട്ടു വന്നിച്ചിട്ട് ആ വില്ലങ്ങോട്ടെടുത്ത് നിവർത്തി നിർത്തിയതിൻ്റെ ഞാനങ്ങോട്ട് വലിച്ചു കെട്ടാൻ ഒരുങ്ങിയതും പിടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് ഞടുങ്ങി രാജാക്കന്മാരുഴകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസ്സി കൗശികനും. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, എടി പെണ്ണിറങ്ങി വരുന്നടി, എടി അങ്ങോട്ട് നോക്കടി, എടി പെണ്ണിറങ്ങി വരും. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം. പതുക്കെയാണ് പെണ്ണ് ചുവട് വെച്ചത്. അങ്ങനെ വേണം ഇപ്പോഴും ആ 7000 വർഷങ്ങൾക്കപ്പുറത്ത് സീത ഇറങ്ങി വന്നതുപോലെ അതേ താള
ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺപിള്ളേരും ചോദിക്കുന്നല്ലേ. PT ഉഷയുടെ കല്യാണം ഞാൻ കണ്ടതാണ്. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പെണ്ണാ. പക്ഷെ കല്യാണത്തിന് പെണ്ണ് വന്നത് മന്ദം മന്ദം അർണോജനേത്രൻ മുന്നിൽ സത്രപം വിനീതയായി വന്നുടൻ രാമന്റെ കണ്ണുകളിലേക്ക് ആ 2 കണ്ണുകൾ പായുകയാണ്. വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. സീതാസ്വയംവരം കഴിഞ്ഞു. സത്യത്തിൽ അവിടെ എത്രയെത്ര കല്യാണങ്ങൾ കഴിഞ്ഞു. ജനക മഹാരാജാവിൻ്റെ അനുജൻ കുശധ്വജൻ എന്നൊരു രാജാവുണ്ട്, ഒരു സാമന്ത രാജാവ്. അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്, മാണ്ഡവി, ഊർമിള, ശ്രുതകീർത്തി. 3 പേരെയും 3 അനിയന്മാരും കല്യാണം കഴിച്ച്. മാണ്ഡവിയെ ഭരതനും, ഊർമിളയെ ലക്ഷ്മണനും. മാണ്ഡവി, ഊർമിള, അതാണ് ഓർമ്മയ്ക്ക് കുഴപ്പം വരും. എൻ്റെ പൊന്നെ നാവേ കൊള്ളുന്നില്ല. ശ്രുതി ഇങ്ങനെയൊക്കെ വാൽമീകി പേരിടാൻ പോയാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രുതകീർത്തി. അപ്പോൾ ഇങ്ങനെ 3 പെൺപിള്ളേരെ കല്യാണം കഴിച്ച് ഇങ്ങനെ 4 പെൺപിള്ളേരെങ്ങനെ സ്വർണ്ണവർണ്ണത്തെ കൊണ്ട് ഈ 4 ഭർത്താക്കന്മാരുടെ കൂടി ഇങ്ങനെ വരികയാണ്. നടന്നാ പോകുന്നത്. ആനയ്ക്കെടുപ്പത് പൊന്ന് വലിയ അലങ്കാരത്തിൽ ഇങ്ങനെ വരുന്നു. പക്ഷേ യാത്രാമധ്യേ ക്ഷത്രിയ വിരോധിയായ ഭാർഗവരാമൻ ഓടിയെടുത്തു. എന്താ കാര്യം? രാമൻ എൻ്റെ ഗുരുനാഥനായ പരമശിവന്റെ പള്ളി വിലൊടിച്ചു. അതും നിസ്സാരയായ ഒരു പെണ്ണിന് വേണ്ടി. ഇല്ലടാ, ഞാൻ സഹിക്കുകയില്ല. നിനക്ക് കരുത്തുണ്ടെങ്കിൽ കാണട്ടെ, ഈ വില്ല് നിനക്ക് കുലയ്ക്കാമോ? രാമൻ പെട്ടെന്ന് ആ വില്ല് വാങ്ങി കുലച്ചു, വലിച്ചു. പറയൂ ഭാർഗവരാമ, ഈ അമ്പ് ഞാൻ എവിടെയാണ് ഇത് കൊള്ളിക്കുന്നത്? ഈ അണ്ടകടാഹത്തിൻ്റെ ഹൃദയത്തിലോതോ നിന്റെ നെഞ്ചിലോ? ശ്രീരാമദേവന്റെ മഹാബലം കണ്ട് ഭയന്നുപോയ പരശുരാമൻ അടങ്ങി താണു വണങ്ങി തൊട്ടാവാടി പോലെ വാടിപ്പോയി. അങ്ങനെ പരശുരാമൻ്റെ ആ ശക്തി കൂടി പിന്നാലെ വന്ന അവതാര പുരുഷനായ രാമന് സമ്മാനിച്ചു. വർദ്ധിത വീര്യനായ രാമൻ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ്റെ സന്തോഷം. ഓ, എൻ്റെ മക്കൾ കാര്യപ്രാപ്തിയുള്ളവരായി. പ്രത്യേകിച്ച് രാമൻ. ഇനി ഒട്ടും താമസിക്കേണ്ട രാമൻ്റെ രാജ്യാഭിഷേകം നടക്കട്ടെ. ഞാനാണെങ്കിൽ ജരാനര ബാധിച്ചു. കണ്ണ് കാണാൻ വയ്യ. കാണുന്നതൊക്കെ ഒരാളെ തന്നെ 2-3 കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. കരണക്ഷതിയാർന്ന് വാഴ്വിലും മരണം നല്ലു മനുഷ്യനോർക്കുകയും. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ, ഭാര്യയെ, മക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് രാമൻ്റെ വരവ്. വിവാഹിതനായി സന്തോഷവാനായി. അങ്ങനെ രാജ്യാഭിഷേകം പ്രഖ്യാപിക്കപ്പെട്ടു. ലോട്ടറി ടിക്കറ്റ് വിറ്റഴിക്കുന്ന ഈ പഴയ ആളുകൾ നാളെയാണെന്നെങ്കിൽ ലോട്ടറി കച്ചവടക്കാർ അനൗൺസ് ചെയ്തു പോകുന്ന പോലെ നാടാകെ ഊടുവഴികളിൽ, പെരുവഴികളിൽ, രാജവീഥികളിൽ എല്ലായിടത്തും അനൗൺസ്മെന്റ് നടക്കുകയാണ്. അറിഞ്ഞു രാഘവൻ കാര്യം കേട്ടു സീതയനന്തരം കൗസല്യ കേട്ട് കൈകേയി കേട്ടു വാർത്ത സുമിത്രയും നാടാകെ വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ അപ്പോഴേ വീട് ഉടച്ചിട്ട് അങ്ങ് ഇറങ്ങി കൊട്ടാരത്തിലേക്ക്. സദ്യ കാണും. 4 നേരം സദ്യ കാണും. രാവിലെ സദ്യ, ഉച്ചയ്ക്ക് സദ്യ, 4 മണിക്ക് സദ്യ, രാത്രി സദ്യ, സർവത്ര സദ്യ. അങ്ങ് ഇറങ്ങിയ ആളുകൾ വന്ന് അട്ടിപ്പേറായിട്ടിരിക്കുന്നു. പക്ഷേ കൊട്ടാരത്തിനകത്ത് ഇടിയും പരവാസിൽ നടക്കുകയാണ്. അവിടെ വലിയ പ്രശ്നം. കൈകേയി പുറത്തുമാറിക്ക് ഇരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും കണ്ട് രാത്രി ഇനി നേരം പുലരാനൊത്ത് ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കരുതി വൃദ്ധനായ രാജാവ് ഒന്ന് മയങ്ങിക്കളയാമെന്ന് കരുതി തൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യ, 3 ഭാര്യമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ ആരാണ്? രണ്ടാം ഭാര്യ കൈകേയി തമ്പുരാട്ടി. ആ കൈകേയിയുടെ മുറിയിൽ തന്നെ, ആ അന്തഃപുരത്തിൽ തന്നെ അന്തി ഉറങ്ങാമെന്ന് കരുതി വർദ്ധിത വീര്യത്തോടുകൂടി, വയസ്സാണെങ്കിലും എടുത്ത് പിടിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഭാര്യ അടങ്ങേറിലാണ്. സപ്രപഞ്ചത്തിൽ ഭാര്യയില്ല. കണ്ടതില്ല പള്ളിയറയിൽ കൈകേയകത്തഹോ പള്ളിമെത്ത വിരിച്ചതില്ല കത്തിച്ചില്ല ദീപവും. എരണം കെട്ട് കിടക്കുകയാണ്. വിളക്ക് തെളിച്ചിട്ടില്ല. ഓഴിമാർ കാൽപ്പരിമാറ്റം കേട്ടു. രാജാവിൻ്റെ കാൽപ്പരിമാറ്റം കേട്ടതും വിളക്കുകളെല്ലാം തെളിച്ചു. അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ മഹാറാണി സപ്രപഞ്ചത്തിൽ ഇല്ലെന്ന് മാത്രമല്ല, താഴെ വീണ് കിടക്കുകയാണ് തറയിൽ. അദ്ദേഹം ഭയചകിതനായി ഓടിച്ചെന്ന് ഭാര്യയെ തൊട്ടു വിളിച്ചു. തൊട്ടുപോരു തന്നെ. എന്താ
നഷ്ടപ്പെട്ടു പോകുന്ന രംഗമാണിത് കേട്ടോ. ഭാര്യ ചൂടായി കഴിഞ്ഞ പിന്നെ ഒരു ഭർത്താവിന് ഒരു രക്ഷയില്ല. ഞാൻ അനുഭവിച്ചിട്ടുള്ളതെന്ന് പറയാം കേട്ടോ. പുറകിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ടായിരിക്കും. അത് വേറെ കേസ്. ഏതായാലും ഭാര്യ ചൂടായി കഴിഞ്ഞാൽ ഏത് കൊലവമ്പനാണെന്ന് പറഞ്ഞാലും ശരി, അവന് പിന്നെ ആ വീട്ടിൽ സ്ഥാനമില്ല. പിന്നെ വല്ല മസാല ദോശയോ ഉഴുത്തോടെയൊക്കെ മേടിച്ചു കൊടുത്ത് പതുക്കെ അടുത്ത് കൂടിയാൽ ചിലപ്പോൾ ഒന്ന് ആയി സ്നേഹമായെന്ന് വരാം. ഏതായാലും രാജാവ് ചെന്ന് തൊട്ട് വിളിച്ചതും ഭദ്രകാളിയെ പോലെ ചാടി എഴുന്നേറ്റു. എന്താ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റ് ചെയ്തില്ലേ? ഒരു തെറ്റും ചെയ്തില്ലേ? അങ്ങ് എപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണെന്ന്. എന്നിട്ടിപ്പോ എൻ്റെ മകൻ ഭരതന് ദൂരെ പറഞ്ഞഴിച്ചിട്ട് അങ്ങയുടെ മൂത്ത മകൻ ശ്രീരാമചന്ദ്രന് വേണ്ടി രാജാഭിഷേകത്തിലുള്ള ഒരുക്കങ്ങൾ കൂട്ടുവാൻ അങ്ങേക്ക് മനസ്സിലൊന്നും എനിക്കതാണ് അറിയേണ്ടത്. ഓ, മാലപ്പടക്കത്തിന് നീ കൊടുത്ത പോലെ മഹാറാണി പറഞ്ഞു തന്നു. അത്രയേ ഉള്ളൂ. എന്താ അത്രേ പോരെ? അല്ല, ഭരതൻ രാവിലെയും വരുമോ? എങ്കിലും അവൻ വരട്ടെ. അവൻ വന്നിട്ട് മതി രാജ്യാഭിഷേകം. തന്നെയുമല്ല, എനിക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന ഓർമ്മയുണ്ട്. ഉണ്ടല്ലോ. അതെപ്പോൾ വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം, ഞാനത് തന്നിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് ആ വരങ്ങൾ 2 കിട്ടണം. നീ ചോദിച്ചുകൊള്ളൂ. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് രാജാവ് ചിന്തിച്ചില്ല. ഒരു രാജാവും ഒരു ഭരണാധികാരിയും ചിന്തിക്കാറില്ല. ചിന്തിക്കുന്ന വേറെ ആൾ ശമ്പളക്കാരാണ് ചിന്തിക്കുന്നത്, അല്ലേ? രാജാവ് ചിന്തിച്ചില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ രാവിലെ നടക്കാനിരിക്കുന്ന രാജ്യാഭിഷേക വേളയിലാക്കി എൻ്റെ മകൻ ഭരതനെ യുവരാജാവായി വാഴിക്കണം. എന്ത്? തീർന്നില്ല. ഒരു വരം കൂടി എനിക്ക് ലഭിക്കേണ്ടതുണ്ട്. നാളത്തെ പ്രഭാതം മുതൽ അങ്ങയുടെ മൂത്ത മകൻ ശ്രീരാമചന്ദ്രന് 14 കൊല്ലക്കാലത്തേക്ക് കൊടുങ്കാട്ടിൽ വനവാസത്തിന് അയക്കുകയും വേണം. മന്നനത്തങ്ങി മഞ്ചത്തിൽ കിടത്തി പരിചാരകർ താങ്ങിയെടുത്ത് സ്ട്രെച്ചറിൽ കടത്തിക്കൊണ്ടുപോകുന്നു മഹാരാജാവിനെ. കൊണ്ടുപോയി ഒരു ഭാര്യയ്ക്ക് ഇത്രയും കരുത്തുണ്ടോ എന്ന് രാമായണം വായിക്കുമ്പോഴാണ്. വെടിവെച്ചാൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടാവില്ല. അദ്ദേഹം വീണുപോയി. അംഗരക്ഷകർ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നേരം പരവരവെടുത്തിട്ടും മഹാരാജാവിനെ കാണാതെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏറ്റെടുത്തിരുന്ന മന്ത്രിമുഖ്യനായ സുമന്ത്രൻ രാജാവിനെ തേടിയെത്തി. അപ്പോഴാണ് ഇവിടെ മൃതപ്രായനായി കിടക്കുന്നു രാജാവ്. വൃദ്ധനാണല്ലോ, പണ്ടേ വൃദ്ധനാണ്. ഇപ്പോഴോ അനക്കമില്ലാതെ വിളിച്ചിട്ട് നിൽക്കില്ല. അങ്ങേ കെട്ടിടത്തിൽ, അങ്ങേ കൊട്ടാരത്തിൽ മഹാറാണിയുണ്ട്. അവരാണ് റാണി, അവരാണ് രാജ്യം ഭരിക്കുന്നത്. അവരുടെ കയ്യിലാണ് ഭരണത്തിൻ്റെ നിയന്ത്രണം ഇരിക്കുന്നത്. ദേവി, അദ്ദേഹത്തിന് എന്ത് പറ്റാൻ? അദ്ദേഹം ഇന്നലെ രാത്രി ഒരുപോലെ കട്ടണത്തില്ല. നേരം വിളക്കും വരെ രാമാ രാമാ രാമ എന്ന് വിളിച്ച് വിലപിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് രാമനെ ഇങ്ങോട്ട് ആനയിക്കൂ, വരാൻ പറയൂ. ചെന്ന് വിളിച്ചു. ആ വിളിയാണ് സാഹിത്യ ഭംഗി. താതൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളിയാലും. നിയുക്ത ചക്രവർത്തിയാണ് രാമൻ. എല്ലാ ഒരുക്കങ്ങളും നല്ല ഒന്നാന്തരം പട്ടുടുത്ത്, സ്വർണ്ണനാരികൾ കൊണ്ട് നെയ്ത പട്ടുടുത്തിട്ട് ഈ സ്വർണത്തിൻ്റെ അരപ്പട്ടാരയ്ക്ക് കെട്ടി കയ്യിലൊക്കെ രക്തഖചിതങ്ങളായ പട്ടയൊക്കെ കെട്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അച്ഛൻ തൻ്റെ കൈ കൊണ്ട് ആ രക്തകിരീടം എടുത്ത് ശിരസിലേക്ക് വെച്ച് ഭരിക്കാനുള്ള ചെങ്കോലുകൂടെ കയ്യിൽ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരുക്കങ്ങൾ ഏതാണ്ട് 90% പൂർത്തിയായപ്പോഴാണ് ചെന്ന് മന്ത്രിമുഖ്യൻ പറയുന്നു, താതൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു, സദരം വൈകാതെഴുന്നള്ളിയാലും. നമ്മളൊക്കെ നിന്റെ അച്ഛൻ വിളിക്കുന്നു. ഇതാണ് എഴുത്തച്ഛൻ്റെ സാഹിത്യ ഭംഗി. താതൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു, സദരം വൈകാതെഴുന്നള്ളിയാലും. ഓഹോ, അച്ഛൻ വിളിച്ചു. എത്ര ആദരവോടുകൂടാണ് രാമൻ്റെ പ്രതി അച്ഛൻ വിളിച്ചു. ഞാനിതാ വന്നെത്തിക്കഴിഞ്ഞു. വേഗം സ്വന്തം തേരിലേറി അച്ഛൻ്റെ അരമനയിൽ ചെന്ന് കയറി. അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നതിന് മുമ്പ് പാദങ്ങളിൽ തൊട്ടു വന്നിട്ട് അച്ഛൻ്റെ പാദങ്ങളിൽ ആകെ തണുത്ത് പറച്ച് ആകെ മരവിച്ച്, ഇതെന്ത് അച്ഛനെന്ത് പറ്റി? നേരെ അടുത്ത പറയിൽ ഇളയമ്മയുടെ അരികിൽ ചെന്നു. അമ്മേ, അച്ഛനൊന്നും മിണ്ടുന്നില്ല, എന്താ ഇതിനൊക്കെ കാരണം? നീ തന്നെ. അവർ ഭദ്രകാളിയെ പോലെ നിൽക്കുകയാണ്. കാരണം നീ തന്നെ. നീ വിചാരിക്കാൻ കാര്യങ്ങളൊക്കെ നേരെയാകും. പക്ഷേ നീ വിചാരിക്കണം. അമ്മേ, കൊച്ചമ്മയെ നല്ല വിളിച്ചത്. അമ്മേ, വളച്ചു കെട്ടി പറയാതെ കാര്യങ്ങൾ എന്താണെങ്കിലും അമ്മയ്ക്ക് എന്നോട് തൻ്റെ അടുത്തോടുകൂടി പറയാമല്ലോ. പറയാനൊന്നുമില്ല രാമ,
നിന്റെ അച്ഛൻ പണ്ട് എനിക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ദേവലോകത്ത് വെച്ച് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ രഥചക്രത്തിന്റെ കീലകം ധരിച്ച് ദൂരെ പോയപ്പോൾ ആ പഴുതിൽ ഈ ചൂണ്ടുവിരലമർത്തി രഥചക്രത്തെ തടഞ്ഞു നിർത്തിയതും യുദ്ധത്തെ വിജയത്തിലെത്തിച്ചതും ഞാനായിരുന്നു. നിന്റെ അച്ഛന് ബോധ്യം വന്നു. നിന്റെ അച്ഛൻ ആദ്യം തേരില്ലെന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. പക്ഷേ ചാടി ഇറങ്ങി വന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നും ചോര കുടുകുടാ ഒഴുകുന്നു. കാരണം നോക്കിയപ്പോൾ കണ്ടു വീലൊരെണ്ണ ഇളകി തെറിച്ച് നിൽക്കുകയാണ്. അതുവരെ യുദ്ധം തീരും വരെ തടഞ്ഞു നിർത്തിയത് ഞാനാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം എന്നെ ആശ്ലേഷം ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ വീർപ്പ് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഭദ്രേ, എൻ്റെ ആത്മവിശ്വാസം കാത്തു സൂക്ഷിച്ച് നിനക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? 2 വരങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്തു. ഞാൻ പറഞ്ഞു, ഭൂമിയിൽ ചെല്ലട്ടെ, നല്ലൊരു അവസരം വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നല്ല പ്രഭാതം, ഇന്ന് നല്ല അവസരം. ഞാനത് ചോദിച്ചു പോയി ആ വരങ്ങൾ 2. നിന്റെ അച്ഛൻ ഉടനെ തന്നെ ഭാവം മാറി. നിന്റെ അച്ഛന് ബോധക്ഷയം. ഇതാണോ രഘുവംശ പാരമ്പര്യം? രഘുവംശ രാജാക്കന്മാർ സത്യധർമ്മങ്ങളുടെ പാതകളിൽ നിന്ന് കടുകിട വ്യതിചലിക്കാറില്ലെന്നല്ലേ പറഞ്ഞു കേട്ടുള്ളൂ. പിന്നെന്താ നിന്റെ അച്ഛൻ കാണിക്കുന്നത്? അമ്മേ, അച്ഛനാകെ തകർന്നു പോയി. അച്ഛൻ്റെ വാക്കുകൾ പാലിക്കുവാൻ ബാധ്യസ്ഥനാണ് ഞാനതിൽ നിന്ന് പിന്മാറുകയില്ല. എന്താവശ്യപ്പെട്ടാലും ഏത് വരമാണെങ്കിലും ഞാൻ തരാൻ സന്നദ്ധനാണ്. വരം തരേണ്ടതൊന്നുമല്ല, എനിക്ക് 2 നിസ്സാര കാര്യങ്ങൾ മാത്രം. രാജ്യം ഭരിക്കുന്നെങ്കിൽ അതെൻ്റെ മകൻ ഭരതനായിരിക്കണം. തന്നെയുമല്ല, 2ാമത്തെ വരം, നീ ഇന്നു മുതൽ 14 സംവത്സരക്കാലം കൊടുങ്കാട്ടിൽ വനവാസത്തിന് പോവുകയും വേണം. അമ്മേ, അത് അച്ഛൻ എന്നോട് സ്വതന്ത്രമായിട്ട് പറയാമായിരുന്നല്ലോ. എന്താ അത് പറയാതിരുന്നത്? എന്തതെന്നോട് പറഞ്ഞില്ല എന്നച്ഛൻ, എന്തേ ദുഃഖിക്കുവാൻ കാര്യമെന്തേ, എന്തേ ദുഃഖിക്കുവാൻ കാര്യമെന്തേ. അച്ഛൻ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അച്ഛൻ ഇത്രയും വേദനിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അമ്മേ, ചെയ്കഭിഷേകം ഭരതന്നു ഞാനിനി വൈകാതെ പോകാം വനത്തിനമ്മേ. എന്തതെന്നോടു പറഞ്ഞില്ല എന്നച്ഛൻ, എന്തേ ദുഃഖിക്കുവാൻ കാര്യമെന്തേ. അമ്മേ, ഞാൻ ഇന്നു മുതൽ വനവാസത്തിന് പോകാം. ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. അമ്മ സമ്മതിക്കുമോ? കൗസല്യ സമ്മതിക്കുമോ? എന്നുടെ വാക്കിനെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകലോ ഞാനിവൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവ വംശവും ഇനിയും മുടിഞ്ഞു പോകും. ഭാരതത്തിൻ്റെ ഐശ്വര്യം, ലക്ഷ്മി നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് മഹാറാണി പറഞ്ഞു, അമ്മേ, അങ്ങനൊന്നും കടുത്ത വാക്കുകൾ പറയരുത്. അച്ഛൻ്റെ തീരുമാനം എന്തായിരുന്നാലും ശരി, കുലവതിയായ ഭാര്യ എന്ന നിലയിൽ അമ്മ ആ തീരുമാനത്തോട് യോജിക്കുകയാണ് വേണ്ടത്. എതിർക്കാൻ അമ്മയ്ക്ക് അവകാശമില്ല. പിന്നെ അമ്മയൊന്നും പറഞ്ഞില്ല. മകൻ്റെ വാക്കത്ര വേദവാക്യമാണ്. അറിവുള്ളവനാണ് മകനെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഞാൻ സീതയെ കണ്ടിട്ട് വരട്ടെ. സീതയെ അവിടെ ഇന്നലെ മുതൽ ഒരുക്കുന്നതാണ്. എത്ര ബ്യൂട്ടീഷ്യന്മാരാണ് വന്ന് വർക്ക് തുടങ്ങിയെന്നറിയാവും. ഇന്നലെ സന്ധ്യയ്ക്ക് തുടങ്ങിയാണ്. ഒരുക്കിയപ്പോഴാണ് മറ്റവിടെ മുട്ടിയെന്ന് മറ്റവിടെ ഒരുക്കുന്നവിടെ കൈയിട്ട് തട്ടിയത്. അപ്പോൾ ചാന്ത് പൊട്ട് നേരെ പുരികത്തിൻ്റെ നേരെ കൂടെ അങ്ങോട്ട് പോയി. പിന്നെ അത് തുടയ്ക്കുന്നു, പിന്നെ തൂക്കുന്നു. എന്തെല്ലാം ഒരുക്കങ്ങൾ കൊട്ടാരത്തിലല്ലേ. അതുകൊണ്ട് അവർക്കറിയാം സ്വർണ്ണപ്പതക്കം കിട്ടും. അതിനുവേണ്ടിയാണ് ഈ പാടുപെടുന്നത്. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർണ്ണ തകിട് പാകിയ സ്റ്റൂളിലാണ് സീത ഇരിക്കുന്നത്. ഇതൊക്കെ രമണൻ്റെ വിഭാവനയാണ് കേട്ടോ, നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കും. ഒരു സ്വർണ്ണ തകിട് പാകിയ സ്റ്റൂളിൽ സീത ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്വർഗീയമായ ശബ്ദം, സീതയെ, നീ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, തീർന്നല്ലോ, ഇനി പൊട്ടുകൂടി കുത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പൊട്ടു കുത്തണമെന്നില്ല. രാമൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, പൊട്ടു കുത്തണമെന്നില്ല. അതെന്താ? അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ. മനുഷ്യനൊന്നോർത്തിരിക്കും, മറ്റൊന്നു സംഭവിക്കും. മതി സീതയെ അലങ്കാരം, അഭിഷേകം നടക്കില്ല. എന്താ ഇത്? അഭിഷേകം നടക്കും, അഭിഷേകം നടക്കും. നീ അവിടെ ഇരിക്കുക, അഭിഷേകം നടക്കും. പക്ഷെ എനിക്കല്ല, ഭരതന്. തന്നെയുമല്ല, ഞാൻ 14 സംവത്സരക്കാലം ഇന്നത്തെ പ്രഭാതം മുതൽ കൊടുങ്കാട്ടിലേക്ക് വനവാസത്തിന് പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വൃദ്ധരായ എൻ്റെ മാതാപിതാക്കളെ പരിചരിക്കേണ്ട ബാധ്യത നിന്നിൽ നിക്ഷിപ്തമാണ്. ഇല്ല, അങ്ങ് ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൊട്ടാരത്തിൽ, ഈ പത്തനത്തിൽ ഞാൻ ഉണ്ടാവില്ല. എനിക്കാരുമില്ല, എനിക്ക് ജീവിതത്തിൽ ആരുമില്ല.
തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനിക്കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാവല്ലഭനാകിയ രാമനും. 600 വർഷങ്ങൾക്കപ്പുറത്ത് എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിലാണ് ഇന്ദിര എന്നുള്ള പ്രയോഗം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രിയങ്കരിയായ മകൾക്ക് ആ പേരെടുത്തിട്ട് ആയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ എന്ന് നിങ്ങൾ തടഞ്ഞു നോക്കും. കാരണം പേരിട്ടിരിക്കുന്ന നെഹ്റുവാണ്. നെഹ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്. രാഷ്ട്രശില്പിയാണ്, അല്ലേ? രാഷ്ട്രശില്പിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസഖേദം കളഞ്ഞു ജനകനെ താണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. അങ്ങനെ അച്ഛനെയും മടങ്ങി എല്ലാവരും തേരിലേക്ക് കയറുന്നു. രാമൻ പിന്നാലെ സീതയുടെ പിന്നാലെ നിഴൽ പോലെ, പരിചാരകനെ പോലെ ലക്ഷ്മണൻ. പക്ഷേ ലക്ഷ്മണൻ മാത്രം ആ ജനാലയുടെ അഴികൾക്കുള്ളിൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്ന ഊർമിളെ കാണാൻ കൂട്ടാക്കിയില്ല എന്നൊരു പരാതി ഈ വിമർശകർ പറയാറുണ്ട്. നേരാണ്. തൻ്റെ ഭാര്യയോട് ചെന്നൊരു വാക്ക് പറയുന്നില്ല അവിടെ. ലക്ഷ്മണനും കയറി. കാരണം താൻ സമർപ്പിച്ചത് അത്രയും ജ്യേഷ്ഠന് വേണ്ടിയായിരുന്നു. അങ്ങനെ കയറി. തേരിൻ്റെ 4 ചക്രങ്ങളും ഒരുപോലെ മുന്നോട്ടുരുണ്ടതും ദശരഥ മഹാരാജാവ് പിടിവിട്ട് പുറകോട്ട് മലച്ചതും ഒരുപോലെയായിരുന്നു. ഒരൊറ്റ മനുഷ്യരും അംഗരക്ഷകരല്ലാതെ അയോധ്യാനിവാസികളാരും മഹാരാജാവിനെ തിരിഞ്ഞു നോക്കിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര പോലെയായിരുന്നു ആ തേരിൻ്റെ പിന്നാലെ കണ്ണീരും കയ്യുമായി നെഞ്ചത്തടിച്ച് നിലവിളിച്ചും കൊണ്ട് അങ്ങ് അങ്ങനെ തമസാ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ നിലാവുദിച്ചിരിക്കുന്നു. വിശന്നു വലഞ്ഞ് കൂട്ടത്തിൽ പോയവരെല്ലാം ഓടവിടെ കിടന്നുറങ്ങി. നദിയിലെ ശുദ്ധജലം മാത്രം കോരിക്കുടിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ തേരിൽ വന്നവരോടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും അവരെ കണ്ടില്ല. അവർ രാത്രിയിൽ കാട്ടാള രാജാവായ ഗുഹന്റെ കടത്തുവഞ്ചിയിലേറി അക്കരെ പറ്റി കാടും മേടി ചവിട്ടിക്കടന്ന് വളരെ വേഗം നേരം വെളുക്കുന്നതിന് മുമ്പ് കാട്ടിലെ ചിത്രകൂടാചലത്തിലെത്തി വാൽമീകിയുടെ ആശ്രമത്തിൽ. അവിടെ ചെന്നൊരു ദിവസം തങ്ങിയതിന് ശേഷം പിറ്റേന്ന് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് വസിഷ്ഠ മഹർഷിയുടെ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോരാൻ ഉള്ള വഴി ചോദിച്ചു. കാട്ടുജാതിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിലെ നേരെ തെക്കോട്ട് ചെന്ന് കിഴക്കോട്ട് കയറി വീണ്ടും തെക്കോട്ട് ചെല്ലുമ്പോൾ കുഴഞ്ഞു പോകുന്ന വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങോട്ട് ചോദിച്ചില്ലേ മോഹൻലാൽ അയാൾ കഥ എഴുതുകയാണെന്ന് ചിത്രത്തിൽ പറഞ്ഞ പോലെ ചോദിച്ചങ്ങോട്ട് ചെന്നപ്പോൾ വഴി വ്യക്തമായി. പുല്ലരിഞ്ഞു നിരപ്പാക്കി ചെത്തി വെച്ചുള്ള പാതയും പൂചൊരിഞ്ഞിരു പാർശ്വവും മരങ്ങളും പൂവും കായും പൊഴിക്കുന്ന ബഹുവൃക്ഷലതകളും ഭ്രമദം പൂണ്ടു ശബ്ദിക്കും നാനാ പക്ഷി മൃഗങ്ങളും പരന്ന പുൽത്തകിടിയും നദിയും പുളിനങ്ങളും പാറപ്പുറങ്ങളും കണ്ടു തുള്ളി ജാനകി തന്മനും. ആ പ്രദേശം കണ്ടപ്പോൾ ജാനകിക്ക് സീതയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ നടന്നു ചെന്ന് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. തീജ്വാല പോലെ ഒരു മനുഷ്യൻ അദ്ദേഹം ഇറങ്ങി വന്നു. രാമൻ ചെന്ന് മഹാമുനിയുടെ പാദങ്ങളെ തൊട്ട് വന്നിച്ചു. അന്നത്തെ രാത്രിയിൽ അവർ 3 പേരും ഓടക്കഴിഞ്ഞു. പുലർകാലത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ മഹാമുനി വിളിച്ചു പറഞ്ഞു, രാമ, ഈ അസ്ത്രം കൈവശം സൂക്ഷിക്കുക. മഹേന്ദ്ര ബാണം ഒരിക്കൽ ഉപകരിക്കപ്പെടും. ആ ബാണവും സ്വീകരിച്ചുകൊണ്ട് അത് അവതാഴിയിലിട്ടുകൊണ്ട് അവർ വീണ്ടും കാട്ടിലൂടെ യാത്ര ചെയ്ത് അങ്ങ് മഹേന്ദ്രഗിരിയുടെ താഴ്വാരത്തിലെത്തി മേൽപോട്ട് നോക്കിയപ്പോൾ ആ പർവ്വതത്തിൻ്റെ ശിഖരാഗ്രത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്കൊമ്പനെ പോലൊരു കറുത്ത പക്ഷി ജടായു രാമനെ കണ്ടതും ഏതാണ്ട് 2-3 വലം വെച്ച ശേഷം രാമൻ്റെ അരികിൽ വന്ന് നിന്ന് സംസാരിച്ചു. അന്ന് അതിൻ്റെ അർത്ഥം പക്ഷികളും മൃഗങ്ങളും ഒക്കെ മനുഷ്യരുമായി സംവദിച്ചിരുന്നുവെന്നാണ്. അത്ര ഇണക്കത്തോടുകൂടെ കഴിഞ്ഞിരുന്നുവെന്നാണ്. അന്ന് പക്ഷികൾ നമ്മളെ കണ്ടാൽ മിണ്ടാറില്ല, പേടിയാണ്. മൃഗങ്ങൾ നമ്മളെ കണ്ടാൽ മിണ്ടാറില്ല, പേടിയാണ്. പക്ഷേ പണ്ട് കാലത്ത് എല്ലാവരും ആത്മസഹോദരനെ പോലെ കഴിഞ്ഞിരുന്നുവെന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ പക്ഷി വന്ന് എന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പക്ഷിയുടെ തോളിൽ തട്ടി. പക്ഷി പറഞ്ഞത് കാട്ടിൽ വെച്ചെന്ത് സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രാമാദികൾ അവിടുന്ന് അങ്ങ് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗോദാവരി നദീതീരത്തെത്തി. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചവടി. അവിടെ 13 വർഷക്കാലം കഴിഞ്ഞപ്പോൾ രാമൻ്റെ രൂപസൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ശൂർപ്പണഖ അവിടെ മോഹിനി വേഷം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടെന്നും രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ വിവാഹിതനാണ്.
മറ്റൊരു സ്ത്രീയുടെ കരം ഗ്രഹിക്കാൻ എനിക്ക് അവകാശമില്ല. രാമൻ പറയുമായിരുന്നു സ്വയം, കരം പിടിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും വരാങ്കി ശൈശവത്തിലും മറ്റൊരു അമ്പുജാക്ഷിയെ തൊടാത്ത രാമബാഹുവാണ് ഞാൻ. ഈ മറ്റൊരു പെണ്ണ് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതാണ് ഭാരതത്തിൻ്റെ സദാചാര ബോധം. അതൊക്കെ മാറിപ്പോയല്ലോ, ഇന്ന് മാറിപ്പോയി. ഇന്ന് ഭാര്യയേക്കാൾ കൂടുതൽ മറ്റ് സ്ത്രീകളെ കാണുമ്പോഴാണ് ഉഷയെ കണ്ടു കൊടുക്കുന്നത്. അവരുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്തുമാകട്ടെ, കാലത്തിൻ്റെ മാറ്റമാണ്. ഏതായാലും ആ സ്ത്രീ വന്ന് അപേക്ഷിച്ചു. പക്ഷെ രാമായണത്തിൽ ചില വേണ്ടാധീനങ്ങളൊക്കെ എഴുതി. രാമനുടനെ ലക്ഷ്മണനൊക്കെ പറഞ്ഞയച്ചു. അങ്ങനൊന്നും പറഞ്ഞയച്ചില്ല, ലക്ഷ്മണനൊക്കെ പറഞ്ഞയച്ചില്ല. അതൊക്കെ എഴുതി ചേർത്ത് രാമായണം ചീത്തയാക്കാൻ വേണ്ടി ഇടക്കാലത്ത് കുത്തിക്കയറ്റുന്നതാണ്. ഈ തൂമ്പയ്ക്ക് 2, 3, 4 ആപ്പടിക്കുന്ന ചില ആളുകളുണ്ട്. ആവശ്യത്തിന് 2 ആപ്പ് മതി. ഇത് 4, 5 ഒക്കെ അടിച്ച് കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതുപോലെ വേണ്ടാധീനം എഴുതി ലക്ഷ്മണൻ്റെ അരികിലേക്ക് പറഞ്ഞേക്കും. താൻ വിവാഹിതനാണെങ്കിൽ ലക്ഷ്മണൻ വിവാഹിതനല്ലേ? യുക്തിക്ക് രാമൻ എങ്ങനെ ചെയ്യുമോ? ചെയ്തില്ല. പക്ഷെ പെണ്ണ് ചെന്നു. രാമനെ പോലെ സുന്ദരനായ ഒരു കളയപരൻ, നീല കളയപരനെ കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. വിവാഹാഭ്യർത്ഥന ചെയ്തപ്പോൾ പറഞ്ഞു, ഇല്ല ഞാനും വിവാഹിതനാണ്. കള്ളം അവൾ പറഞ്ഞു, കള്ളം പറയരുത്. വിവാഹിതനാണെങ്കിൽ ഈ ചെറുപ്പകാലത്ത് വിവാഹം ചെയ്താൽ പെണ്ണിനെ കൂടാതെ ആരെങ്കിലും ഏകാഗിയായി നടക്കുമോ? അവൾ സമ്മതിച്ചില്ല. അവൾ ലക്ഷ്മണനെ വാരിപ്പുണരാൻ, ആശ്ലേഷിക്കാനായിട്ട്, വളയിട്ട കൈകളാൽ കെട്ടിപ്പുണരാനായിട്ട് പാഞ്ഞെടുത്തതും ലക്ഷ്മണൻ തന്നെ കരവാളൂരി വീശിക്കഴിഞ്ഞു. അങ്ങനെയാണ് മൂക്കും മുലകളും മുറിഞ്ഞ് ഭൂമിയിൽ വീഴുന്നത്. ഏതായാലും ആ സംഭവത്തിന് ശേഷം ആ മുറിഞ്ഞ ശരീരവുമായി, രക്തമൊലിക്കുന്ന ശരീരവുമായി സ്വന്തം മായാബലത്താൽ ആ രാക്ഷസ സ്ത്രീ തൻ്റെ പഴയ രൂപം വീണ്ടെടുത്ത് ആകാശദേശത്തോടെ പറന്ന് നീലക്കടൽ കടന്ന് സ്വന്തം സഹോദരനായ, നേരിട്ട സഹോദരനല്ലെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ ഒരു ശ്രീലങ്കക്കാരൻ പറഞ്ഞത്. കൊച്ചമ്മയുടെ മകളാണ്. കൊച്ചമ്മയുടെ മകളാണ്. കൊച്ചമ്മയുടെ മകളാണെങ്കിൽ പെങ്ങള് തന്നെ. ഏതായാലും അവിടെ ചെന്ന് സങ്കടം പറഞ്ഞു, ആണോ ഇതെന്ത് സംഭവിച്ചു? അദ്ദേഹം ചാടി പുറത്തിറങ്ങി. അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും ഞാൻ ഇന്ന് തന്നെ കൊല്ലും. അപ്പോൾ വിഭീഷണൻ വന്ന് പറഞ്ഞു, ആവശ്യമില്ലാത്ത തീരുമാനമൊന്നും എടുക്കരുത്, വിനാശകാല വിപരീത ബുദ്ധിയാണ് ചേട്ടന്, അങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എങ്കിലും അവിടെ വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. രാമനെയും ലക്ഷ്മണനെയും വകവരുത്തണമെങ്കിൽ തന്ത്രപൂർവമായി തന്നെ ചെയ്യണം. അതിനുവേണ്ടി പെട്ടെന്ന് അമ്മാവനായ മാരീചനെ മാനിൻ്റെ വേഷം കെട്ടി ആ പർണാശ്രമത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആജ്ഞാപിച്ചു. ഇല്ലെങ്കിൽ കൊതോളയും. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചരുപുള്ളികൾ വെള്ളി കൊണ്ട്, നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത് മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടി ഉൾപ്പുക്കുവിനെ വേഗേന പുറപ്പെട്ടു. തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമ സമസ്ത ലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. കണ്ട വസ്തുക്കളിൽ കാംക്ഷയുണ്ടാവുകയും കൊണ്ടുവാ എന്നോ ശഠിക്കുകയും നമ്പ്യാരാശാൻ പറഞ്ഞാണ്. അന്നത്തെ കാലത്തെ സ്ത്രീകൾ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല കേട്ടോ. സ്ത്രീകൾക്ക് എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ പറയുക. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ആ മാൻകിടാവിനെ വേണം. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ബോധവാനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അപകടമാണത്. അത് മാൻകിടാവല്ല, അതൊരു മായാമൃഗമാണ്. വ്യാമോഹങ്ങളിൽ പെടരുത്, ഈ വ്യാമോഹങ്ങളിൽ പെടരുത് എന്ന് രാമൻ്റെ ആ ഉപദേശം തന്നെയാണ് പിൽക്കാലത്ത് യുക്തിബോധത്തോടുകൂടി സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായപ്പോൾ പറഞ്ഞത്. വ്യാമോഹങ്ങൾക്ക് അടിമപ്പെടരുത്. മനുഷ്യൻ്റെ ജീവിത ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണം അവൻ്റെ അതിര് കടന്ന അത്യാഗ്രഹമാണ്. ആഗ്രഹങ്ങളുടെ പിന്നാലെ പായുക. അതുകൊണ്ട് ആഗ്രഹങ്ങളെ കഴിവതും നിഗ്രഹിക്കുവാൻ തയ്യാറാവുക. അതാണ് രാമൻ പറഞ്ഞത്. അതാണ് പിന്നീട് ബുദ്ധൻ പറഞ്ഞത്. സീത കേട്ടില്ല, ഒരു കുഴപ്പമില്ല, കൊമ്പ് പോലും മുളച്ചിട്ടില്ല, മക്കളാരും ജനിച്ചിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് മുഷിച്ചുകൊണ്ട് ആ സീത പറഞ്ഞു, എനിക്ക് ആ മാൻകിടാവിന് കൂടിയേ തീരും. ഏതായാലും വിധിവിഹിതം അലംഘനീയമെന്നറിയാമായിരുന്ന ഭഗവാൻ മാൻകിടാവിനെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. മാനിൻ്റെ പിന്നാലെ പോയെങ്കിലും ലക്ഷ്മണനെ കാവലേർപ്പെടുത്തിയിട്ടാണ്. ഞാൻ തിരിച്ചു വരും വരെ നീ ഇവിടെ വിട്ടു പോകരുത്. ജ്യേഷ്ഠൻ പറഞ്ഞ പിന്നെ എതിരില്ല. മാനും ശ്രീരാമദേവനും പോയി മറിഞ്ഞ കുന്നിൻ്റെ മറവിൽ അവിടെ ചെന്നപ്പോൾ അയ്യോ അയേ ലക്ഷ്മണ രക്ഷിക്കണേ എന്ന അതേ രീതിയിലുള്ളൊരു വിലാപം, രാമൻ്റെ അതേ ശബ്ദം. സീത
ചാടി എഴുന്നേറ്റു. ലക്ഷ്മണ, ആര്യപുത്രനെന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു, നീ ഇല്ല, അതിലെന്തോ ചതിയുണ്ട്. എന്താ? അതിലെന്തോ ചതിയുണ്ടെന്നോ? അത് ജ്യേഷ്ഠൻ്റെ ശബ്ദമല്ല, കേട്ടിട്ട് മനസ്സിലായി. ഇല്ല, എന്നേക്കാൾ നിശ്ചയമാണോ നിനക്ക്? സീത ചോദിക്കണം, എന്നേക്കാൾ നിശ്ചയമാണോ? അദ്ദേഹം ആപത്തിൽപ്പെട്ടിരിക്കും. ഇല്ല, ഞാൻ പോവുകയില്ല. പോകാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. ഇവിടം വിട്ട് പോകരുതെന്ന്. എടാ ദ്രോഹി, അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിനക്കെന്നെ പിന്നെ തേച്ചാലും കുളിച്ചാലും മായാത്ത തരത്തിലുള്ള കുറേ ഭർസനങ്ങൾ, അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ ലക്ഷ്മണൻ കർണപുടങ്ങൾ പൊത്തിപ്പിടിച്ചുകൊണ്ട്. അരുത്, വേറെ രീതിയിലൊക്കെ ലക്ഷ്മണൻ വിളിക്കുന്നുണ്ട്, ദുഷ്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ വേണ്ടാത്ത വാക്ക് കേട്ട്. അതിന് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ എക്സ്ക്യൂസ് പറയുന്നുണ്ട് സീതയെക്കുറിച്ച്. അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ, കനിവാർന്നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ. ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ നമ്മുടെ സ്ഥലകാല ഭേദം കൈവടിഞ്ഞുകൊണ്ട് വേണ്ടാതീനും പറഞ്ഞു പോകുന്നു, പിന്നീട് പശ്ചാത്തപിക്കും. സീതയും ഇതുപോലെയാണ്. തൻ്റെ ഭർത്താവിന് അപകടം പറ്റിയെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറയാൻ പാടില്ലാത്ത രീതിയിൽ കൊള്ളിവാക്കുകൾ പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ലക്ഷ്മണൻ അരിശപ്പെട്ടവൾ രേഖ വരച്ചുവെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തള്ളവിരൽ കൊണ്ട് വരച്ചതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. കാരണം ഞാൻ പഞ്ചവടി പോയതാണ്. ഞാൻ പഞ്ചവടി ഇപ്പോൾ അവിടെ വരെയൊന്നുമില്ല, വരയും കുറിയൊന്നും ഞാൻ കണ്ടില്ല. സീതയെ ഒളിപ്പിച്ചു വെച്ച ഗുഹകളൊക്കെ ഞാൻ കണ്ടു. അവരെ കൊണ്ടുനടന്ന ഒരു പകൽ മുഴുവൻ മറുനാൾ മലയാളികളുടെ പ്രഭാഷണത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് ഞാൻ അവിടെ പോകാൻ ഇടയായത്. ഇവിടെ ഒരു പകൽ ഗോദാവരി നദീതീരത്ത് രാമക്ഷേത്രത്തിൻ്റെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒരു കറുത്ത രാമനും ഒരു വെളുത്ത രാമനും. ഞാൻ ചെല്ലുന്നതിൻ്റെ തലേ വർഷം അവിടെ ഗോദാവരിയിൽ നിന്ന് മുങ്ങിക്കുളിച്ച് രാമക്ഷേത്രത്തിലേക്ക് ജനങ്ങളിങ്ങനെ ഒരു ഇടനാഴിയിലൂടെ വീതിയേറിയ ഈ കെട്ടിടത്തിൻ്റെ അങ്ങേ ഭിത്തി വരെ വീതിയേറിയ ഒരു ഇടനാഴിയിലൂടെ തെങ്ങി ഈറനൊടുത്ത് തിങ്ങിക്കയറി 30 പേരാണ് തെക്കിലും തിരക്കിലും പെട്ട് മരിച്ചു പോയത്. ഞാൻ ചെന്നതിൻ്റെ തലേ ദിവസം ഭഗവാൻ അവിടെയും എന്നെ രക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ചെൻ്റെ ഇടപാട് തീരേണ്ടതായിരുന്നു. ഏതായാലും ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ലക്ഷ്മണൻ ഒരു രേഖ വാക്കാൽ പറഞ്ഞു, ഞങ്ങൾ 2 പേരും മടങ്ങി വരും വരെ ദേവി ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് കാലെടുത്ത് കുത്തരുത്. ഇല്ല, നീ പോയി വരൂ. ലക്ഷ്മണൻ പോയി മറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സന്യാസിയുടെ രൂപത്തിൽ ഒരു വൃദ്ധൻ വന്ന് ഭിക്ഷാപാത്രം നീട്ടുന്നു. ഏതവസ്ഥയിലും യോഗ്യൊരുപചാരം മറന്നില്ല. രാമായണത്തിൻ്റെ ഒരു ടൈറ്റിലാണ്, നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഏതവസ്ഥയിലും തൻ്റെ ഭർത്താവ് മൃതപ്രായനായി കാട്ടിലെവിടെയോ വിലപിക്കുന്നു എന്നറിഞ്ഞിട്ടും തൻ്റെ പിതാവിൻ്റെ പ്രായമുള്ളൊരു വൃദ്ധൻ ആ ആശ്രമത്തിൻ്റെ അങ്ങേ കോണിൽ മുറ്റമടിക്കുന്ന ഭാഗത്തിനപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടതും സീത ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അതാണ് പറയുന്നത്, ഏതവസ്ഥയിലും യോഗ്യൊരുപചാരം. സീത എഴുന്നേറ്റ് വൃദ്ധൻ്റെ ആവശ്യം നിറവേറ്റാൻ അകത്തുപോയി ഒരു പിടി ഭക്ഷണ പദാർത്ഥമെടുത്ത് സാവധാനം നടന്നെല്ലാം മറന്നുകൊണ്ട് ചെന്ന് ധർമ്മം ചെയ്യാനുള്ള ഉത്തരവാദിത്തോടു കൂടി ചെന്ന് ആ ഭിക്ഷാപാത്രത്തിലേക്ക് ഭക്ഷണം നിക്ഷേപം